അപ്പോൾ അവർ നമ്മൾ എറണാകുളത്തെ ബുക്ക് സ്റ്റാളിൻ്റെ ബന്ധമാണ് 24,000 രൂപയ്ക്ക് കൊടുത്തത്. ഇതിപ്പോൾ 60 വർഷമായി. 64 നവംബർ 61 വർഷമായിരുന്നു. ഈ 24,000 രൂപയ്ക്കാണ് വയലാർ നമ്മൾ വില ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ആയിരുന്നു 60 മുതൽ. ഇത് ഹിന്ദു മാനേജറാണ്. ഹിന്ദു നല്ലൊരു കവിയത്രിയാണ്, എഴുത്തുകാരിയാണ്, MD-യുടെ കടുത്ത ആരാധികയാണ്. അതോടൊപ്പം ബഷീറിന്റെ അങ്ങനൊരു പാരമ്പര്യമുണ്ട്. കിണറ് അത് ഉപയോഗിച്ച എല്ലാ സാധനമുണ്ട്. ബഷീർ ഉപയോഗിച്ചിരുന്ന അടുക്കള ഭാഗത്ത് ഉണ്ടായിരുന്ന കിണറാണ്. ഇത് അന്ന് കൊടുക്കുമ്പോ ഇത് അടുക്കള ഭാഗത്തായി. പിന്നീട് ഓർമ്മിച്ച് മകൻ രാജു ഓർമ്മിച്ച് പെട്രോബാങ്കിന്റെ തലപ്പത്ത് വന്നപ്പോൾ ഇത് പൊളിച്ചു പോയി. അപ്പൊ കേരളത്തിലെ പ്രഥമ ബഷീർ സ്മാരകവും ലോകത്തിലെ സാഹിത്യകാരുടെ പേരുള്ള ആദ്യത്തെ ഒരു ബാങ്കുണ്ട്. അത് 1600 ബ്രാഞ്ച് ഉണ്ട് പെട്രോബാങ്കിൽ. പെട്രോൾ നിലയം എന്നുള്ള ഏക ബ്രാഞ്ചാണ്. അപ്പം രാജു ഓർമ്മിച്ച് പറഞ്ഞപ്പോ അന്നത്തെ നമ്മുടെ പുനലൂർ രാജ് സാർ തന്ന കുറെ ഫോട്ടോസ്. ഇത് അന്ന് രാജ് സാർ എന്റെ ഈ പ്രാന്തം മനസ്സിൽ സാറ് ചെയ്തു തന്നു. അത് ഞാൻ അന്നത്തെ കാലത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ അത് അന്നത്തെ കാലത്ത് സ്പോൺസർ ചെയ്ത് കാശ് വേണമല്ലോ, 100 വെച്ച് മേടിച്ച് അന്ന് ചെയ്തതാണ്. ഇത് 10-20 വർഷമായി ചെയ്തു. രാജ് സാർ ശോഭന പരമേശ്വരൻ. യെസ്. അതിനെന്താ എനിക്കത് അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഗീതാദാസ് സാറും മോഹൻഡി ബാബു ശിവു ഒക്കെ പറഞ്ഞു അതിന്റെ അടി പേടി കൂടി വേണ്ടതായിരുന്നു. ആളെനിക്ക് അറിയില്ലായിരുന്നു. അത് കൈകാട്ട് ശോഭന പരമേശ്വരനായിരുന്നു. ശോഭന പരമേശ്വരനാരായിരുന്നു ബഷീറിന്റെ ഈ അസുഖങ്ങൾ വന്നപ്പോൾ, പ്രാന്ത് വന്നപ്പോൾ തൃശ്ശൂരെ വല്ലഭായ് പട്ടേൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഈ ഭാർഗവ നിലയം മദ്രാസിൽ വെച്ച് അതിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഭാർഗവ നിലയം പൂർത്തീകരിക്കാൻ പറ്റിയിട്ട് ഇവിടെ വന്ന് പൂർത്തീകരിക്കാം. ഈ ഭാർഗവ നിലയം അവസാനം നമ്മുടെ കൗമുദി ബാലകൃഷ്ണന് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് കട്ടോണ്ട് പോയി. ദേവസ്വത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനം കാണില്ല. വളരെ തിരിച്ച് അവിടെ ചെന്നു പറഞ്ഞ് തരാം, വേറെ മതിലുകൾ സാർ അതുകൊണ്ട് കഥ. മതിലുകൾ തിരുവനന്തപുരത്ത് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അവിടെ ബഷീറിന് കട്ടൻ ചായയും പരിപ്പടിയും പഠിച്ച ഒരാളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ജൂനിയർ ആയ വക്കീല്. അദ്ദേഹത്തിന് ശ്രീയിൽ കൊടുക്കുന്ന തുച്ഛമായ പൈസയിൽ നിന്ന് ഈ ബഷീറിന്റെ കടുത്ത ആരാധനായിരുന്നു. മറ്റാരും ഇല്ല, സാറേ വക്കംപുരുഷോ സാറായിരുന്നു. എന്നിട്ട് അത് സ്പോഞ്ചിഗ്രഹാവി വീക്ഷണത്തില് ഓണപ്പതിപ്പ് വക്കംപുരുഷത്വൻ അടുത്ത ജൂനിയർ ആയിട്ട് അന്ന് പ്രാക്ടീസ് ചെയ്യും. അഞ്ജലി അപ്പൊ ഇത് അവര് ഇവിടെ വെച്ചിട്ട് പോയി. പിന്നീട് അത് ഒരു സ്റ്റൂളുണ്ട്, ഒരു കണ്ണട ഉണ്ടായിരുന്നു. അതിന് ഇവിടെ ആരോ വന്ന ഒരു ബിരുദൻ അത് എടുത്തോണ്ട് പോയി. കണ്ണട അന്ന് ക്യാമറ ആയിരുന്നില്ലല്ലോ സാർ. പിന്നീട് ഞാൻ അടൂർ സാർ വന്നപ്പോൾ അടൂർ സാറിനോട് കസേര ഇരിക്കാൻ ചോദിച്ചു. ബഷീറിന്റെ ഏറ്റവും മൂത്ത ആള് അബ്ദുൽ ഖാദർ, ഇത് പാത്തുമ്മ, ഇത് അബ്ദുൽ ഖാദർ, ആനുമ്മ, പാത്തുമ്മ, പിന്നെ അബു. ഇത് നമ്മൾ അന്ന് പോയി കണ്ടിരുന്നു. ഇത് അനീഫ്, ഇതാണ് പട്ടാളത്തിൽ പോകുന്നത്. ഇതൊരു വെറൈറ്റി ഫോട്ടോസാണ്. ഇത് അങ്ങനെ വന്നിട്ട് നമ്മളിതിവിടെ ഇങ്ങനെ വരുന്നവർക്ക് കാണുന്നതിന് വേണ്ടി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവ നിലയത്തിലാണ് മലയാളത്തിലെ അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിലെ മുതിർന്ന സാംസ്കാരിക നേതാവാണ് ശ്രീ VM സുധീരൻ. അദ്ദേഹത്തെ എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണ് എനിക്ക് ഏറെ താല്പര്യം. രാഷ്ട്രീയക്കാരനാണ്, ജനപ്രതിനിധിയാണ്, അതോടെ നിൽക്കട്ടെ. പക്ഷേ ഒരു സാംസ്കാരിക നേതാവ് എന്നതിൽ VM സുധീരൻ വ്യത്യസ്തനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഈ വർഷത്തെ പരിപാടിക്ക് പോലും പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ ചികിത്സയുടെ ഭാഗമായിട്ട് ജൂലൈ 5 അസൗകര്യമുള്ളത് അറിയിച്ചുകൊണ്ടാണ് പങ്കെടുക്കാറുള്ളത്. അങ്ങനെ ഒരു കടുത്ത ബഷീർ ആരാധന. ബഷീറിന്റെ ജന്മദിനത്തിനും ബഷീറിന്റെ ചരമദിനങ്ങളൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ബഷീറിന്റെ ഉള്ള ആ സ്നേഹവും താല്പര്യമൊക്കെ കാണിക്കുന്നു. ബഷീറിന്റെ ഭാര്യ മരിച്ചപ്പോഴൊക്കെ ഭാബി മരിച്ചപ്പോഴൊക്കെ സാറ് വയലാലിൽ ചെന്നിരുന്നു. അപ്പൊ അങ്ങനെ ഏറെ ബന്ധങ്ങൾ ശ്രീ ബഷീറുണ്ട്. അതുപോലെ തന്നെ സാനിമാഷ്
സാനിമാഷാണ് സാനിമാഷ് ഏറെ ആളുകളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സ്വാമി അടക്കമുള്ള ബഷീർ അടക്കമുള്ള നിരവധി ആളുകൾ. ഒരു ചരിത്ര ഗ്രന്ഥകാരനായിരുന്നു സാനിമാഷ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ജീവചരിത്രം എഴുതിയ ഒരാളാണ്. ഇന്നും നമുക്കെല്ലാം ബഷീറിനെ കൂടുതൽ അറിയുന്നത് സാനിമാഷിന്റെ ആ ജീവചരിത്രത്തോടെയാണ്. അപ്പോൾ ബഷീർ ആരായിരുന്നു? ബഷീർ ആരാന്ന് ചോദിച്ചാൽ ബഷീറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളും സാനിമാഷായിരുന്നു. സാനിമാഷ് ബഷീറിന്റെ ഗുരുവായിട്ടോ ശിഷ്യനായിട്ടോ കാണുന്നത്. പക്ഷേ എം ഡി അങ്ങനെയല്ലായിരുന്നു. ബഷീറിനെ എപ്പോഴും ഒരു ഗുരുവായിട്ട് തന്നെയാണ് കണ്ടുകൊടുക്കുന്നത്. സാനിമാഷ് അതിന് ഏറെ ബന്ധങ്ങൾ ഉള്ള സാനിമാഷ്. ആ സാനിമാഷിന്റെ ഓർമ്മയും കൂടിയാണ്. തീർച്ചയായിട്ടും സാനിമാഷ് ഇവിടെ വന്നിട്ടുണ്ട്. CP ശ്രീധരൻ സാർ അദ്ദേഹത്തിന്റെ വീക്ഷണം ഓണപ്പതിപ്പിൽ ഇവിടെ വന്ന ആളുകളുടെ നീണ്ട പട്ടിക. അതിലും സാനിമാഷ് താമസിക്കുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപക്ഷെ ബഷീർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാംസ്കാരിക നേതാവ് എൻ്റെ ഭാഗ്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ബഷീറും സാനിമാഷും ഏറെ ബന്ധമുള്ളതുകൊണ്ടാണ് സാനിമാഷിന്റെ ഒരു ഓർമ്മയും കൂടി നമുക്കിവിടെ ഉൾക്കൊണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ചെറിയ ലളിതമായ ചടങ്ങാണ് എങ്കിലും ബഷീർ സ്മാരക സമിതിയുടെ വൈശ്യമാൻ മോഹൻഡി ബാബു ഇവിടെ ലളിതര അക്കാദമിയുടെ സെക്രട്ടറി, നാടകത്തും കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും സാംസ്കാരിക നേതാവുമായ ശ്രീ ഷിബു അടക്കമുള്ള ഞാൻ ആരും പേര് പറയുന്നില്ല, ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ ബഷീർ സ്മാരക സമിതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെ നിമിഷ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ഗിരിജനാചാരി സാനിമാഷിനെയും ബഷീറിനെയും വ്യത്യസ്തമായി കുഞ്ഞു ഒരു കവിതയുണ്ട്. ആ കവിത പ്രിയപ്പെട്ട അങ്ങയുടെ സാനിമാഷിനെ കുറിച്ചുള്ള സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് ഏറെ താല്പര്യമുണ്ട്. ഗിരിജനെ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരെയും സാനിമാഷിന്റെ ഓർമ്മയിലേക്ക് പ്രണാമർപ്പിച്ചുകൊണ്ട് സാനിമാഷിന്റെ ബഷീറിനെയും പ്രണാമിച്ചുകൊണ്ട് ഗിരിജൻ ചെറിയൊരു കവിത അദ്ദേഹം തന്നെ സ്വന്തമായി എഴുതിയ നിമിഷ കവിയാണ്. ഞങ്ങളുടെ അമ്മ മലയാളത്തിലെ ഏറ്റവും വലിയ മഹാസാനു പ്രണാമം. അറിവിന്നക്ഷയഹനികൾ ആവോളം മനസ്സിൽ നിറച്ച് അക്ഷരവർഷത്തിൻ പെരുമഴ തീർത്ത് അനുഗ്രഹ ഭീഷ്മാചാര്യൻ സാനുപ്രഭാമയൻ. 1000 സൂര്യശോഭയാൽ സരളമാം വാക്കുകൾ അറിവായി നിറവായി വരികളായി ഗ്രന്ഥങ്ങളായി കാതുകൾ കിംബമായി പകർന്ന സഖ്യസാനുവാം ഗുരുവരനേകുന്നു അമ്മ മലയാളത്തിൻ പ്രണാമം. എത്രയോ ശിഷ്യ പരമ്പരകൾക്കു വിജ്ഞാനമേകി നൽവഴി നയിച്ചു വിജയപദങ്ങൾക്ക് അനുഗ്രഹമേകി മലയാള സാഹിത്യ ലോകത്തിൽ കർമ്മമണ്ഡലങ്ങളിൽ വർഷങ്ങൾ എത്രയോ തണ്ടിയ ഉത്കൃഷ്ട ഗുരുശ്രേഷ്ഠൻ കുറിച്ചു വച്ചതോ 30-ൽ പരം മഹത് ഗ്രന്ഥങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ. അതിലൊന്നായി ഇമ്മിണി ബല്യ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറൻ ജീവചരിത്രമാം ഏകാന്ത വീതിയിലെ അവധൂതനും പ്രായവും ക്ഷീണവും മാറ്റിവെച്ച് യൗവനത്രസിപ്പിൻ പ്രസരിപ്പോടെ എത്രയോ വേദികളിൽ പ്രഭാഷണ വിസ്മയങ്ങൾ തീർത്ത അക്ഷര പുണ്യമാം സർഗധനൻ സാനുമാഷിനായി ആദരമോടെ സമർപ്പിക്കുന്നു അമ്മ മലയാളത്തിൻ പ്രണാമം പ്രണാമം പ്രണാമം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സന്നിധിയിൽ ബഹുമാന്യനായ ശ്രീ PM സുധീരൻ എത്തിയിരിക്കുകയാണ്. സാനുമാഷിൻ്റെ വേർപാടിൽ ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്താൻ ഈ ചെറിയ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഒരു അവികാരിതമായി അദ്ദേഹം വൈക്കം എത്തിച്ചേർന്നപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുശോചന ഉദ്ദേശമാണ്. അവസാനം കാലം വരെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രായം ഒരു പ്രശ്നമല്ലാതെ വേദികളിൽ നിറഞ്ഞിരുന്ന സാനുമാഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ ശ്രീ PM ശ്രീധരൻ വളരെ പ്രശംസനീയമായ നിലയിലാണ് ബഷീർ സ്മാരക സമിതി പ്രവർത്തിച്ചു വരുന്ന ഇതിൽ വളരെയേറെ മതിപ്പോടുകൂടിയാണ്. നിരവധി സന്ദർഭങ്ങളിൽ ബഷീർ സ്മാരക സമിതിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ ഈ അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ വർഷവും എന്നെ ക്ഷണിച്ചിരുന്നു.
പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതിയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി പോയതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല. ഇന്നിവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ബഷീറുമായി വളരെ ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട സാലു മാസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ജീവിതാന്ത്യം വരെ കർമ്മനിരതനായിരുന്നു സാലു മാസ്റ്റർ. ബഷീറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചന വളരെ ശ്രദ്ധേയമാണ്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നാടിനെ നയിച്ചിട്ടുള്ള, നാടിന് മാർഗനിർദ്ദേശം നൽകിയ, നവോത്ഥാനത്തിൻ്റെ സന്ദേശങ്ങളുയർത്തി നാടിനെ അനുഗ്രഹിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ ജീവിതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എത്രയോ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, ചങ്ങമ്പടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചന, കുമാരനാശാനെ കുറിച്ചുള്ള രചന, ബഷീറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടി എന്നിങ്ങനെ സാഹിത്യത്തിൻ്റെ സർവതലങ്ങളിലും സ്പർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളും പ്രഭാഷണങ്ങളും കേരളീയ സമൂഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. സാനുമാഷുമായി സമരസനങ്ങളുടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത്. കുട്ടിക്കാലം മുതൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചു. എത്രയോ പൊതുവേദികളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ അവസരമുണ്ടായി. സ്നേഹവാത്സല്യങ്ങൾ എന്നെപ്പോലുള്ളവരോട് എന്നും സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞ മഹാഗുരുവാണ് അദ്ദേഹം. ജീവിതത്തിലുടനീളം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്ത് അതിസമ്പന്നമാണ്. ശ്രീ വയലാർ രവി, എ കെ ആൻ്റണി, വൈക്കം വിശ്വൻ എന്നുവേണ്ട കേരള രാഷ്ട്രീയത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നേതൃനിരയെ പഠിപ്പിച്ച മഹാഗുരുവാണ് അദ്ദേഹം. അവർക്ക് എന്നും ആദരവോടുകൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അവരിൽ നിന്നാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ സാനുമാഷെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, നന്നേ ചെറുപ്രായത്തിൽ തന്നെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം നിർണായകമാണ്. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ പല സന്ദർഭങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സ്വാധീനം തൻ്റെ മാതാപിതാക്കളിൽ നിന്നും അദ്ദേഹത്തിന് പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ചിന്ത, സമഭാവനയോടുകൂടിയുള്ള സമീപനം, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം, ഏറ്റവും വലിയ മനുഷ്യത്വമാണ് എന്ന് കരുതി മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്ന ശൈലി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സംഭാവന, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി. ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. 18-ാം വയസ്സിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി സർ CP മുന്നോട്ട് നീങ്ങുന്നു. ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ തയ്യാറല്ല എന്ന വാദഗതി ഉയർത്തിക്കൊണ്ടാണ് സർ CP മുന്നോട്ട് പോകുന്നത്. അന്ന് SNDP യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിശദമായൊരു ചർച്ച നടന്നു സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തെക്കുറിച്ച്. ചിലരത് അനുകൂലിച്ചു. പക്ഷെ വ്യത്യസ്തമായി സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആ വ്യക്തി ആ സന്ദർഭത്തിൽ സന്നിഹിതനായിരുന്നില്ല.
അപ്പോഴാണ് സാനു മാസ്റ്ററിൽ ആ ദൗത്യം അർപ്പിക്കപ്പെട്ടത്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് സർ സി പിയുടെ തെറ്റായ സമീപനത്തെ എതിർത്തുകൊണ്ട് 18കാരനായ സാനു മാസ്റ്റർ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിൻ്റെ അലയടികൾ അവിടെ മാത്രം നിന്നില്ല. സമൂഹത്തിൻ്റെ പല തലങ്ങളിലും ചർച്ചാ വിഷയമാണ്. ആ പ്രസംഗം ജീവിതത്തിലുടനീളം അദ്ദേഹം ആ പ്രസംഗ ശൈലി മുന്നോട്ട് കൊണ്ടുപോയി. സാഹിത്യത്തിൻ്റെ സർവ്വശാഖകളിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ വിലപ്പെട്ട സംഭാവനകൾ കേരളം എന്ന് അദ്ദേഹമായ പ്രഭാഷണത്തിന് മുഴുവനില്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറയട്ടെ, സമൂഹങ്ങൾക്കെതിരെ ശ്രീനാരായണ സന്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും അനഭിലഷണീയമായ പ്രവണതകൾ ഉയർന്നു വന്നപ്പോൾ അതിലേക്ക് ചോദ്യം ചെയ്യാൻ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തിരുത്തൽ ശക്തിയായിരുന്നു. കേരളത്തിലെ തിരുത്തൽ ശക്തിയായിരുന്നു. ഒരിക്കൽ മാത്രമാണ് നിയമസഭയിൽ അംഗമായിട്ടുള്ളത്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. പിന്നെ അദ്ദേഹം തുടർന്നു. ഏതായാലും സമൂഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച ആ തിരുത്തൽ ശക്തി അത് തൻ്റെ രചനയിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പുസ്തകങ്ങളിൽ കാണുകയും എനിക്കുള്ള അതിയായ സംതൃപ്തി അവസരത്തിൽ ജയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബഷീറിനെ ഞാൻ ആദരവോടുകൂടി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖിയും ആത്മയുടെ ആടും അതുപോലുള്ള സാഹിത്യ സൃഷ്ടികൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരന് വേണ്ടി രചിച്ച അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടികൾ സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ എത്രയോ ശക്തമായിരുന്നു. സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1925 മാർച്ച് മാസം 9-ാം തീയതി 12-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലൊരു സമാഗമം വർക്കലയിലുണ്ടായി. അതിന് പോകുന്നതിന് മുമ്പ് ഗാന്ധിജി എത്തിച്ചേർന്നത് വൈക്കത്താണ്. അന്ന് ഗാന്ധിജിയെ തൊടാൻ സാധിച്ചു ഉമ്മ എന്ന് പറഞ്ഞ് അഭിമാനത്തോടുകൂടി ഗാന്ധിയെ തൊടാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയുമായി വീട്ടിൽ ചെന്ന ബഷീറിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് ആ വാക്കുകൾ മുഴങ്ങുന്ന രീതിയാണ് പ്രിയപ്പെട്ട സാനു മാസ്റ്റർ അതീവ ദുഃഖത്തോടെ ആദരാഞ്ജലി. അത് വന്നില്ല, നവരിയാണ്. ഇപ്പോൾ കൊച്ചി ഭാർഗവതി ഹിന്ദു ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ മാനേജരാണ്. ഭാർഗവ നിലയം സിനിമ ഇറങ്ങിയിട്ട് 60 ആണ്ടാകുന്നു. അപ്പോൾ അതിലോടൊക്കെയാണ് ഭാർഗവ നിലയത്തിൻ്റെ തിരക്കഥ, ബഷീറിൻ്റെ തിരക്കഥ. അത് പുസ്തകമായിട്ട് ഇപ്പോൾ 40 കൊല്ലമായി. അത് അങ്ങേക്ക് ഹിന്ദു നൽകുകയാണ്. പരിപാടി അവസാനിപ്പിക്കുകയാണ്. സർവ്വനിലയത്തിൽ വെച്ച് ഇത്രയും വലിയ വലിയ ആൾക്കാർ ഇവിടെ വരാനും എല്ലാം കാരണമായ ബഷീറിന് തന്നെ ആദ്യം നന്ദി പറയുകയാണ്. പിന്നെ സർവ്വനിലയത്തിലെത്തിയ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സാനു മാഷിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഫുള്ളായിട്ട് അറിയാൻ പറ്റി. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സാറിനും പ്രണാമർപ്പിക്കുന്നു. നമ്മുടെ ഗിരിജനാചാര്യയുടെ നിമിഷ കവിത അയ്യോ അക്ഷരാർത്ഥത്തിൽ വളരെ മനോഹരമായിരുന്നു. അതീവ ഹൃദ്യമായിരുന്നു. ഞാൻ ഈ കഴിവിനെ മാനിക്കുന്നു. ഈ ക്ഷണനേരം കൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെയും സാനു മാഷയെയും അവരുടെ ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് രചനാചാരി നടത്തിയ കവിത ആലാപനം
അതീവ ഹൃദ്യം, അതീവ മനോഹരം, അതീവ അർത്ഥവത്തായ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുന്നു.